ഞാൻ അന്ന് പറഞ്ഞ ഫസ്റ്റ് പേര് രേണു സുധിയാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം രേണു സുധിയുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ, ഐ എം വെരി സോറി ഫോർ യു രേണു സുധി. എനിക്ക് 1 by 1 ഓരോ ആൾക്കാരെ കാര്യം പറയണം, ഇതിൽ പറഞ്ഞേ പറ്റൂ. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു ഐ എം വെരി ക്രൂവൽ ടോക്കിംഗ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട വ്യക്തിയുടെ പേരാണ് റൂഹി ജാൻ. ഈ ഒരു മേഡമാണ് റിഫ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന വ്യക്തിയുടെ മരണം അത് ആത്മഹത്യയല്ല, മറിച്ച് കൊലപാതകമാണെന്നും അതിന് പിന്നിൽ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് മാഫിയ ആണെന്നും ഉള്ള ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത്. എന്തായാലും റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ മേഡത്തിന്റെ വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കേരള ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ ഒരു മേഡത്തിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ യാദർശികമായിട്ട് എനിക്ക് ഒരാൾ അയച്ചു തന്നു. മറ്റൊരു യൂട്യൂബർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ആയിരുന്നു എനിക്ക് അയച്ചു തന്നത്. ഞാൻ ആ ഒരു ലിങ്കിനകത്തുള്ള ഈ ഒരു കണ്ടന്റ് തേടി കുറച്ചൊന്ന് പരതിയപ്പോഴാണ് എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ചാനലിനകത്തുനിന്ന് ഈ ഒരു വീഡിയോ കിട്ടിയത്. എന്നാൽ ഇതിനകത്ത് വളരെയധികം ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും നമ്മുടെ സെലിബ്രിറ്റീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട 2 വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്. മറ്റു 2 പേരുടെ പേര് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ വലിച്ചിഴക്കുന്നില്ല. ഒന്നാമത്തെ ആള് രേണുസുധി, മറ്റേ ആള് സജന നൂർ. ഈ 2 വ്യക്തികൾക്കും സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഈ ഒരു മേഡം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് കണ്ടു നോക്കാം. ഇതിനകത്ത് ഇവര് ഈ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘത്തിന്റെ തലവൻ എന്ന് പറയുന്ന ആളെ കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈക്കും കമന്റും ഹൈപ്പും പറ്റുമെങ്കിൽ ചെയ്യുക. ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ നേരെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെൻസർ നിങ്ങളാണ് എല്ലാത്തിനും കാരണം. നിങ്ങളാണ് ദുബായിൽ ഇരുന്നിട്ട് ഈ മാഫിയയുടെ മെയിൻ നിങ്ങളുടെ മേലെ ഹെഡ് വേറെ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ പറയേണ്ടി വരും. പക്ഷെ ഈ മലയാളീസ് പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കടത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഈ പറഞ്ഞ പോലെ ഗോൾഡ് സ്മഗ്ലിങ്ങും ഡ്രഗ്സ് ആണെങ്കിലും സെക്സ് ട്രാഫിക്കിങ്ങിലും എല്ലാം ഉപയോഗിക്കുന്നത് നിങ്ങളാണ് ബെൻസർ. എനിക്ക് ആദ്യം തന്നെ ഇതിനകത്ത് പറയാനുള്ളത്, ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തും അത് കണക്ക് ഡ്രഗ്സ് കച്ചവടവും പിന്നെ സെക്സ് റാക്കറ്റിങ്ങും. അതും പ്രത്യേകിച്ച് മലയാളി പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് മലയാളി സെലിബ്രിറ്റീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ബിസിനസ്സുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നു എന്നുള്ളത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു അന്വേഷണം നടത്തുവാണ്ട് എന്തുകൊണ്ടോ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാലും ഇതിനകത്തൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ പല സെലിബ്രിറ്റീസും ഇത്തരം ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ടാണ് ദുബായിലേക്കും മറ്റൊക്കെ പോകുന്നതെന്നുള്ള ആരോപണങ്ങൾ പലപ്പോഴായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തെല്ലാം വ്യക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ ഉള്ള കാര്യം പറയാം, നമ്മുടെ ഇവിടുന്ന് സാധാരണക്കാരികളായിട്ടുള്ള ധാരാളം പെൺകുട്ടികൾ ദുബായിലേക്കും മറ്റും ജോലിക്ക് പോകുന്നുണ്ട്. നാളെ അവരും ഇത്തരത്തിലുള്ള കെണികളിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടൊരു അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. എന്നാൽ ഈ ഒരു വിഷയത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ ഒന്നും ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഈ റിഫയുടെ ഒക്കെ വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും അധികം ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷെ ഇന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ പലരും ചർച്ച ചെയ്തിട്ടിരിക്കുന്ന ഒരു വിഷയം, അതുമായിട്ട് ഏകദേശം അടുത്തു വരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മേഡം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസോട് നിൽക്കുന്ന പല ആളുകളും ഗൾഫ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്നത് പലതും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണെന്നുള്ള കാര്യങ്ങളാണ് ഇവരും പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കണ്ടുപോകാം. എനിക്കറിയാം, ബെൻസറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, ബെൻസറിലോട്ട് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ടുള്ളതിന്റെ പ്രൂഫ് എന്റെ അടുത്തല്ല ഉള്ളത്. റിഫ തന്നെയാണ് ഭൂമിയിൽ ഇറക്കുന്നത്. ഓക്കെ, അത് ഏത് ലെവലിലൊക്കെ എത്തുന്നു എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ സമയം പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവരൊക്കെ ആയിരിക്കും അതിൽ വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഗേൾസ് ആയിരിക്കാം. പിന്നെ അവരുടെ ഇതിൽ പെട്ട്, കാരണം എന്തെങ്കിലും ഒരു പ്രൂഫ് വരും എന്നുള്ള കാര്യം എനിക്ക് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അതാണ്.
അത് ഞാൻ അന്ന് പറഞ്ഞ ഫസ്റ്റ് പേര് രേണു സുധിയാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം രേണു സുധിയുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ, ഐ എം വെരി സോറി ഫോർ യു രേണു സുധി. എനിക്ക് 1 by 1 ഓരോ ആൾക്കാരെ കാര്യം പറയണം, ഇതിൽ പറഞ്ഞേ പറ്റൂ. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു ഐ എം വെരി ക്രൂവൽ ടോക്കിംഗ്. ഇന്ന സിറ്റുവേഷനിൽ ഞാൻ സംസാരിക്കുന്നത് വളരെ ക്രൂവൽ ആയിട്ട് സംസാരിക്കുന്നു തോന്നും. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ഡോണ്ട് ഫീൽ ബാഡ് ടു മീ. എന്റെ അടുത്ത് ഒന്നും തോന്നരുത്. ബട്ട് ഐ ഹാവ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട്. രേണു സുധിക്ക് ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ബ്ലെസ്സിങ് കാരണം രേണു രക്ഷപ്പെട്ടതാണ്. ശരിക്കുള്ള ബ്ലെസ്സിങ് കാരണം രേണു രക്ഷപ്പെട്ടതാണ്. രേണു ശരിക്കും ഈ ബെൻസറിന്റെ മീഡിയേറ്റേഴ്സ് ആയി നിൽക്കുന്ന ഗേൾസിന്റെ ഇടയിൽ അവരെ ശരിക്കും ഈ ഒരു കാര്യത്തിൽ പെട്ടുകൊണ്ട ഒരാളാണ് രേണു. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ടാണ് അത് റിക്കവർ ചെയ്യും. ഷീ വിൽ ഓവർകം ദാറ്റ് ആൻഡ് ഷീ ക്യാൻ കം ബാക്ക് ടു ദ ലൈഫ്. പക്ഷെ എനിക്ക് ഈ രേണുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സങ്കടവും തോന്നുന്നുണ്ട്, അതേപോലെ തന്നെ സഹതാപവും തോന്നുന്നുണ്ട്, അതേപോലെ തന്നെ ചിരിയും വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് തന്നെ കുറെ അധികം കണ്ടന്റുകൾ വലിച്ചെറിഞ്ഞ് ഇട്ട് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേണുസുധി. അങ്ങനെയുള്ള രേണുസുധി ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറി നിന്ന സമയത്ത് അവര് പോലും ആഗ്രഹിക്കാതെ നിരവധി വിവാദങ്ങളിലേക്കാണ് അവരെ വലിച്ചിഴക്കുന്നത് ഈ കേരള സമൂഹം. അൺഫോർച്ചുനേറ്റ്ലി പറയാതിരിക്കാൻ പറ്റില്ല രേണു, അത് നിങ്ങൾ അന്ന് കാണിച്ചു കൂട്ടിയ പല തോന്നിവാസങ്ങളും ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് നിങ്ങൾ ഈ ഗൾഫിലേക്ക് പോകുന്നത് സ്വർണം കടത്താനാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും വന്നപ്പോഴത്തേക്ക് നിങ്ങൾ അതിനെതിരെ ഒരു വാക്ക് പോലും ശബ്ദിച്ചിട്ടില്ല. നിങ്ങൾ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവെക്കുവോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചാഞ്ഞു കിടക്കുന്ന മരമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ ചാഞ്ഞു കിടക്കുന്ന മരത്തിലാണ് ഓടിക്കയറാണ്ട് എളുപ്പമെന്ന് മനസ്സിലാക്കി പലരും നിങ്ങളുടെ മെക്കിട്ട് കയറാണ്ട് തുടങ്ങി. അതിപ്പോൾ നിങ്ങൾ അസുഖം ബാധിച്ച് വീട്ടിലിരുന്നിട്ട് പോലും നിങ്ങളെ വിടാതെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ കർമ്മ ഇസ് ട്രൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നിങ്ങളും ഒട്ടും മോശമൊന്നുമല്ലായിരുന്നു. അത്യാവശ്യത്തിന് നാട്ടുകാരെ മുഴുവൻ കരയിപ്പിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു. നിങ്ങളെ സഹായിച്ചവരെയൊക്കെ നിങ്ങൾ കുറെ ചീത്ത വിളിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാലം തന്ന ഒരു തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഇന്ന് ഒരു അസുഖത്തിന് വിധേയാണ്, നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ വാ തുറന്ന് ഉള്ള സത്യം പറ. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വീണ്ടും 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 ഇങ്ങനെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ തുറന്നു പറയണം. അതായത് നമുക്ക് ബാക്കിയും കൂടി കാണാം. പക്ഷെ മറ്റ് അവരുടെ ഇതിൽ പെട്ടതാണെങ്കിൽ ഒരിക്കലും ഒരു ജനങ്ങളുടെ എന്നല്ല, കുഞ്ഞുങ്ങളുടെ എന്നല്ല, ഒരാളുടെ മുമ്പിലും മുഖം കാണിക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ലൈഫായി പോയനെ. അത് ഉറപ്പുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്തോ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് രേണുവിനെ ഇപ്പൊ ഒരു ഗ്യാപ്പ് പോലെ രേണുവിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പം ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ അപ്പോഴെല്ലാരും ചോദിക്കും, ഓ ഈ ഇത്രയും വലിയൊരു അസുഖം വരുന്നതാണോ ബ്ലെസ്സിങ് എന്ന്. ഈ ഒരു അസുഖം ചിലപ്പോൾ മിറക്കൽ പോലെ മാറിയിട്ട് തിരിച്ച് ലൈഫിൽ വരും. പക്ഷെ മറ്റേ കേസ് അതല്ല, അതങ്ങനെയല്ല. അത് ലൈഫ് ലോങ് തീർന്നു. അതാണ് കാര്യം. പക്ഷെ എനിക്കും അതിനകത്ത് ഈ മാഡം പറഞ്ഞതിനകത്തോട് എനിക്കും യോജിപ്പുണ്ട്. ക്യാൻസർ ഒരു പക്ഷെ റിക്കവർ ആയിട്ട് നിങ്ങൾ തിരിച്ചു വന്നേക്കാം. പക്ഷെ അന്നേരം നിങ്ങളെ വിടാതെ വേട്ടയാടുന്ന ഒരു വിഷയമാണ് ഈ സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. ഇതിനെക്കുറിച്ച് വീണ്ടും 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 സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല. എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾ ICUവിലാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇനി അടുത്ത ഒരു വീഡിയോയിലെങ്കിലും ഇവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയണം, ഇതിനെക്കുറിച്ച് ഇവർ തുറന്നു പറയണം. ഇവർക്ക് ഇങ്ങനെ ഒരു മാഫിയയുമായിട്ട് ബന്ധമില്ലെങ്കിൽ ബന്ധമില്ല. ഇനി ഇതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് രേണു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് അവസാനിക്കും. പക്ഷെ രേണു അതിന് തയ്യാറാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടും, നിങ്ങളെ സംശയ ദൃഷ്ടിയോടെ കാണും. എനിക്കിപ്പോഴും ഒരു കാര്യം പറയാനുണ്ട്. രേണുവിന് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളെ ആളുകൾ സപ്പോർട്ട് ചെയ്യും. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മലയാളികളാണ്. ഒരാൾ അയാളുടെ തെറ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ ചേർത്ത് പിടിക്കാണ്ട് മനസ്സുള്ള ഒരുപാട് നല്ല ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ രേണു ഇങ്ങനൊരു സംഘത്തിന്റെ ഭാഗമായിട്ട് അബദ്ധവശാലെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏറ്റു പറയുക. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കേസിന് പോവുക. കാരണം നിങ്ങളുടെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രേതം 1ഉം 2ഉം കാണുന്ന ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, ഇവരോട് വന്ന് ഒരാത്മാവ് പറയുന്നു എന്ന തരത്തിലാണ് ഈ മേഡം വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ബട്ട് പ്രൂഫുകളൊന്നും വെച്ചിട്ടില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഡൗട്ട് അടിപ്പിക്കുകയല്ല, ഒരുപക്ഷെ അങ്ങനെ ഒരു കഴിവ് ഈ മേഡത്തിന് ഉണ്ടായിരിക്കാം. റിഫയുടെ ആത്മാവ് ഈ മേഡമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനൊക്കെ പോസിബിലിറ്റീസ് ധാരാളമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള കാര്യം, രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുമായി കോട്ട് ചെയ്ത് വീണ്ടും ഒരു സ്വർണ്ണക്കടത്ത് ആരോപണം വരികയാണ്. ആദ്യമേ കൊണ്ടുവന്നത് ഷെഫീന ബീവിയാണ്, അത് ഞാൻ തള്ളിക്കളഞ്ഞു. പിന്നെ രണ്ടാമത് കൊണ്ടുവന്നത് സജനയാണ്. സജന കൊണ്ടുവന്നപ്പോഴത്തേക്ക് സജനയ്ക്ക് ഈ സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധമുണ്ടെന്ന തരത്തിൽ ദിയാസന ഒരു പരാമർശം നടത്തി. അതിനുശേഷമാണ് ഈ മേഡം ഇപ്പോൾ രേണുവിന്റെ പേര് പറയുന്നത്. എന്തായാലും രേണുവിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം, പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാണ്ട് തയ്യാറാവുന്നില്ല. അത് ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാതെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിവുണ്ട്. പക്ഷെ അതൊന്നും തുറന്നു പറയാണ്ട് എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾ ഇന്ന് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ പിടിയിലാണ്. നിങ്ങൾ അവിടുന്ന് റിക്കവർ ആയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും നിങ്ങളെ വലിച്ചിഴക്കേണ്ട തയ്യാറാവാത്തത്. ഇപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തുറന്നു പറയാണ്ട് ഇനിയെങ്കിലും തയ്യാറാവണം. എന്തായാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കാണാം. എനിക്ക് ഒരു കാര്യം റേണുവിനെ ഇൻഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ റേണുവിന്റെ മാനേജറായ ഒരു പേര് എനിക്ക് മറന്നുപോയി. ഐ ട്രൈഡ് ഇൻസ്റ്റാഗ്രാമിലെ നമ്പർ കോൺടാക്ട് ഹർ. പക്ഷെ അവർ കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ട്രൈ ടു ടെൽ ഹർ. ഒരു കാര്യം എനിക്ക് പറയുന്നുണ്ടായിരുന്നു, ഇത് റേണു കേൾക്കുവാണെങ്കിലും ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ ജസ്റ്റ് റീച്ച് ഔട്ട് ടു ഹർ. റേണുവിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. റേണുവിന്റെ ഡ്യൂട്ടിയാണ് അത്. ശരിക്കും പറഞ്ഞാല് റേണു ആ ദുബായ് കൺട്രീസിൽ പോയതും വന്നതും കൂടെ പോയതും വന്നതും എല്ലാവർക്കും പല പല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല, ഡയറക്ട്ലി ആർക്കും അറിയില്ല. പക്ഷേ അന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ബെൻസർ ആണ് റേണുവിനെ കൊണ്ടുപോകുന്നത്. ഇനി ബെൻസറിനെ ചിലപ്പോൾ റേണുവിനെ ഡയറക്ട്ലി ഒരു പ്രാവശ്യമായിട്ട് കണ്ടതാണോ എനിക്കറിയില്ല, ഡയറക്ട്ലി ചിലപ്പോൾ അത്ര ഡീപ്പായിട്ട് അറിയുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ മീഡിയേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ റേണുവിനെ അങ്ങനെ അറിയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇത് കുറച്ച് കഴിയുമ്പം റേണുവിന് ദുബായിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് റേണുവിലേക്ക് എത്തും, പറയാൻ വേണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റേണുവിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടുത്തണം എന്ന് കരുതി ഒന്നും ഹൈഡ് ചെയ്യരുത്. എന്തൊക്കെ അറിയുന്ന കാര്യങ്ങൾ ദുബായിന്ന് എല്ലാം സത്യം പോലെ പറയണം. അതെ, രേണുവിന് അറിയാവുന്ന കാര്യങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ഈ മാഫിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യമായിട്ട് തുറന്നു പറയണം. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾ ഇങ്ങനൊരു ചെയിൻ്റെ ഭാഗമല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇനിയും ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിഴക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടവും ആർജവവും രേണു കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടും. എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങളുടെ പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞു നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യുക. അതേപോലെ തന്നെ കീമോ പോലുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം അത് നിങ്ങൾ കഴിക്കാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. നല്ല രീതിക്കുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് ഉതകുന്ന തരത്തിൽ കഴിക്കുക. കഴിച്ചു കഴിയുമ്പോൾ തന്നെ കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സ്റ്റാമിന ശരീരത്തിന് കിട്ടും. സോ ഗൈസ്, ഓക്കെ ബൈ. എനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാണ്ടറിയത്തില്ല. കാരണം ഉള്ള കാര്യം പറയാം, ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിരുന്നത് പ്രേതം 1, 2 ആ സിനിമയൊക്കെ നമ്മൾ കണ്ടിരിക്കത്തില്ലേ, ആ ഒരു രീതിയിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരാത്മാവ് വന്ന് തന്നോട് കുറേയധികം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ താൻ വന്ന് പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുന്നു എന്നൊക്കെയാണ് ഈ മേഡം പറഞ്ഞത്. എക്സ് ഓർ വൈ, ചിലപ്പോൾ ഈ മേഡത്തിന് ആ ഒരു കഴിവുണ്ടായിരിക്കും. ആ കഴിവുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ്. അത് അങ്ങനെ ഒരു സിദ്ധി എല്ലാവർക്കും തന്നെ കിട്ടത്തില്ല, വളരെ ചുരുക്കം ആളുകൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തോ പുണ്യം ചെയ്ത ജന്മമാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇൻ കേസ് ഈ മേഡത്തിന് ഈ പറയുന്ന റിഫയുടെ
ആത്മാവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ റിഫയുടെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ സത്യങ്ങൾ വെളിച്ചത്ത് വരട്ടെ. അതേപോലെ തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ.